നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ അനധികൃതമായി താമസിക്കുന്നവരെ കണ്ടെത്താനുള്ള പരിശോധന ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. അനധികൃത താമസക്കാരെ മാത്രമല്ല, തൊഴിൽ അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിക്കുന്നവരെ കണ്ടെത്താനുള്ള പരിശോധനയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. എല്ലാ ദിവസങ്ങളിലും പരിശോധന നടക്കുന്നുണ്ട്. ഇതിൽ പിടിയിലാകുന്നവരെ സംബന്ധിച്ച കണക്കുകൾ എല്ലാ ആഴ്ചയുമാണ് ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിടുന്നത്. ഓരോ തവണ പുറത്തുവിടുന്ന കണക്കുകളിൽ പിടിയിലാകുന്ന പ്രവാസികളുടെ എണ്ണം വളരെ കൂടുതലാണ്. പിടിയിലായവരെ നാടുകടത്തുകയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നിയമലംഘകരായ 9280 വിദേശികളെയാണ് നാട് കടത്തിയത്. ഒരാഴ്ചക്കിടെ താമസ തൊഴിൽ നിയമ ലംഘനങ്ങൾ നടത്തിയ 16,000-ലധികം വിദേശികളാണ് അറസ്റ്റിലായത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 16,200 വിദേശികളെ അറസ്റ്റ് ചെയ്തെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇതിൽ 9,865 പേർ താമസ നിയമം ലംഘിച്ചവരാണ്. അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിന് 3,610 പേരും തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിന് 1,978 പേരും അറസ്റ്റിലായിട്ടുണ്ട്. സൗദിയിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിച്ച 782 പേർ അറസ്റ്റിലായെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. നുഴഞ്ഞുകയറ്റക്കാരിൽ ഭൂരിപക്ഷവും യമനികളാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. വിവിധ നിയമലംഘനങ്ങൾക്ക് 46,907 വിദേശികളാണ് സൗദി അറേബ്യയിൽ നിയമ നടപടി നേരിടുന്നത്. 9,000-ലധികം പേരെ നാട് കടത്തിയിട്ടുണ്ട്. നിയമ നടപടി നേരിടുന്നവരിൽ 39,198 പേർ പുരുഷന്മാരാണ്. രാജ്യത്തേക്ക് അനധികൃതമായി പ്രവേശിക്കുന്നവർക്കും രേഖകൾ ഇല്ലാതെ കഴിയുന്നവർക്കും പിന്തുണയും സഹായവും നൽകിയാൽ 10 ലക്ഷം സൗദി റിയാൽ പിഴയും 15 വർഷം വരെ തടവും ശിക്ഷ ലഭിക്കുമെന്നും സൗദി ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. 25 നിയമലംഘകർ സൗദി അറേബ്യയിൽ നിന്ന് പുറത്തു പോകാൻ ശ്രമിച്ച് പിടിക്കപ്പെട്ടവരാണ്. താമസ തൊഴിൽ ചട്ടങ്ങൾ ലംഘിക്കുന്നവരെ കടത്തിക്കൊണ്ടുവരികയും അവർക്ക് അഭയം നൽകുകയും നിയമലംഘനത്തിന് കൂട്ടുനിൽക്കുകയും ചെയ്ത 8 പേരും അറസ്റ്റിലായിട്ടുണ്ട്. ആകെ 46,000-ലധികത്തോളം നിയമലംഘകർ നിലവിൽ ചട്ടങ്ങൾ ലംഘിച്ച് നടപടികൾക്ക് വിധേയരായിട്ടുണ്ട്. പിടികൂടിയവരിൽ 41,633 നിയമലംഘകരുടെ ഫയലുകൾ യാത്രാരേഖകൾ ശരിയാക്കി നാടുകടത്താൻ അതത് രാജ്യങ്ങളുടെ എംബസികൾക്ക് കൈമാറിയിട്ടുണ്ട്. 1,795 നിയമലംഘകരെ അവരുടെ യാത്രാ റിസർവേഷൻ പൂർത്തിയാക്കാൻ ശുപാർശ ചെയ്തു. അതുപോലെ നിയമം ലംഘിച്ച വാഹനത്തിൽ അനുവദനീയമായ എണ്ണത്തിൽ കൂടുതൽ യാത്രക്കാരെ കയറ്റുന്നതിനെതിരെ സൗദി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് നിയമലംഘനമാണെന്നും പിഴയുണ്ടാകുമെന്നും റോഡ് സുരക്ഷാ ഫോഴ്സ് ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എണ്ണത്തിൽ കൂടുതൽ യാത്രക്കാരെ കയറ്റിയാൽ 1,000 മുതൽ 2,000 റിയാൽ വരെ പിഴ നൽകേണ്ടി വരും. നിയമം ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടായിരിക്കുമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.